ഇലക്ഷൻ സംബന്ധിച്ച ഒരു രസകരമായ പ്ലീ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഒക്ടോബർ 10 വന്നു. നിലവിൽ ഇലക്ഷൻ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ആക്റ്റാണ് RP ആക്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951. ഈ ആക്ട് പ്രകാരം ജയിലിലുള്ള വ്യക്തികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. സെക്ഷൻ 62(5) ഇത് പറയുന്നത്. അപ്പോൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അല്ലാതെ, അതായത് കരുതൽ തടങ്കലിലല്ലാതെ ഒരു വ്യക്തി ജയിലിലാണെങ്കിൽ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. ഈ വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകണമെന്നാണ് ഈ പ്ലീ ഒക്ടോബർ 10 സുപ്രീം കോടതിയിലെ കേസിന് ആധാരം. അപ്പോൾ വളരെ ന്യായമായ ഒരാവശ്യമാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇന്ത്യയിൽ നമ്മളുടെ സ്റ്റാറ്റിക്സ് എടുത്തു വെച്ചാൽ ക്രൈം റെക്കോർഡ് ബ്യൂറോൻ്റെ അടക്കം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ ജയിലുകളിലില്ല 77% ആൾക്കാർ അണ്ടർ ട്രയൽസാണ്. അണ്ടർ ട്രയൽസ് എന്ന് പറഞ്ഞാൽ അവരെ കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അതായത് അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്താത്ത 77% ആൾക്കാർ, അവരെ കണ്ടെത്താം, അവർ കുറ്റക്കാരായിരിക്കാം അല്ലായിരിക്കാം, 77% ആൾക്കാർ ഇപ്പോൾ ജയിലിലുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ അക്വിറ്റൽ റേറ്റ് 80 മുതൽ 90% വരെയാണ്. അതായത് ജയിലുകളിലെ 80 മുതൽ 90% പേർ കുറ്റക്കാരല്ലെന്ന് കോടതി കണ്ടെത്താറുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ജയിലിലുള്ളവർക്ക് വോട്ടവകാശം നൽകണമെന്നാണ് ഈ സുപ്രീം കോടതിയിലുള്ള ഈ പ്ലീയുടെ ആധാരം. വളരെ ന്യായമായൊരു ആവശ്യമാണ്. ഇതിൽ സുപ്രീം കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഇൻഫർമേറ്റീവായ ലീഗൽ ഇൻഫർമേഷന് ജിഞ്ചർ ലൈൻ മീഡിയ നിങ്ങൾ ഫോളോ ചെയ്യുക.